please speak to me. Hallelujah. നിങ്ങൾ പ്രാർത്ഥനയോടായിരിക്കുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് ഇടപെടും. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥന ധ്വനി കുവൈറ്റ് ചാപ്റ്ററിന്റെ വൈസ് ചെയർമാൻ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. ഹല്ലേലൂയ. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയ സന്തോഷത്തോടെ കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തിനെ പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനാ ധ്വനിയുടെ പ്രാർത്ഥനാ സംഗമമായി 2025 പ്രാരംഭ മാസം ജനുവരി മാസം നമുക്ക് ഒരുമിച്ച് ഈ ഹോളിൽ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ സ്തോത്രം. കുവൈറ്റ് ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങള് കൂട്ടായ്മകള് വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. സന്ധ്യയില് ഈ കൂട്ടായ്മയുടെ അധ്യക്ഷനായിരിക്കുന്ന പ്രാർത്ഥനാതിരുടെ കുവൈറ്റ് ചാപ്റ്ററിന്റെ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ ബ്ലസൻ സാമുവൽ അവരുടെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഈ ദേശത്ത് ദൈവം മാനിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം പാസ്റ്റർ വർഗീസ് അവർ സ്തോത്ര പ്രാർത്ഥനാതിരുടെ പ്രയർ കോർഡിനേറ്റർ ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്ന കൃപയ്ക്കായി സ്തോത്രം. അതുപോലെ തന്നെ കോർഡിനേറ്റർ ആയിരിക്കുന്നവർ നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനാധുനിയിലെ എല്ലാ സഹകാരികളെ ഓർത്ത് ഹാലലിയ പ്രാർത്ഥനാധുനിയിലായിരിക്കുന്ന പേഴ്സിനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനം ഇന്ന് സന്ധ്യയിൽ അറിയിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കും. നമുക്ക് ഒരുമിച്ച് ഒരു വ്യത്യസ്ത നിലയിൽ സ്തോത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് സന്ധ്യയിൽ ദൈവം കൃപയ്ക്കായി സ്തോത്രം. വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞിരിക്കുന്ന ലോകത്ത് കഴിഞ്ഞൊരു പകൽക്കാലം കർത്താവ് നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ഈ സന്ധ്യയിലായിരിക്കണം. ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗം നമ്മെ ഇടയാക്കി. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടായിരുന്നു. ആത്മാവ് ദൈവത്തെ ആരാധിപ്പാൻ കൃപ തന്നു. ദൈവമക്കളെ നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ആരാധന ഒരു ചടങ്ങല്ല, ആരാധന ഒരു പ്രഹസനമല്ല. നമ്മുടെ ഉള്ളം തുറന്ന് നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവസ്ഥല ആരാധന. അങ്ങനെ ആരാധിക്കുന്ന ദൈവജനത്തിന്റെ നടുവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. കടന്നു വന്ന ജനം അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം അത്ഭുതകരമായി മറുപടി നൽകുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ പ്രവർത്തി കണ്ട് 2024 നമ്മെ നടത്തിയ ദൈവം പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങൾ ഈ കുവൈറ്റിന്റെ ദേശത്ത് 2024 അത്ഭുതകരമായി നടത്തിയ ദൈവം 2025 അത്ഭുതകരമായി നടത്തുവാൻ, അതിശയകരമായി നടത്തുവാൻ ദൈവം നമ്മെ ഇടയാക്കേണ്ടതിനാൽ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. വളരെ പ്രതികൂലമാണ്. സഹോദര ഹല്ലേലൂയ. ദൈവമക്കളെ പ്രാർത്ഥനയോട് ഇന്ന് രാത്രി സന്ധ്യയിലായി സഹോദര ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. വ്യത്യസ്ത നിലയിൽ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഒരു ആഗ്രഹത്തോടെ ആയിരിക്കും. അപ്പോൾ ഒരു ഹാലിൽ ഒരുപാട് സമയം വാഹനത്തിൽ ചെലവഴിക്കാനിടയായി. ആ സമയങ്ങളൊക്കെ ഞാനിങ്ങനെ മെസ്സേജുകൾ പല നല്ല ദൈവദാസന്മാർ ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന മെസ്സേജുകളൊക്കെ കേട്ടപ്പോ രണ്ട് പ്രാവശ്യം മെസ്സേജ് ഓണാക്കി കേട്ടപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. സ്തോത്രം. നാളുകൾക്ക് മുമ്പേ പ്രസംഗിച്ച ദൈവത്തിന്റെ വചനം, ആ വചനം എന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. എന്റെ ഉള്ളത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഞാനായിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തോട് ഇടപെട്ടെങ്കിൽ ഇന്ന് സന്ധ്യ കടന്നു വന്ന ദൈവമക്കള് നാം കടന്നു വന്നത് വെറുതെയായി തീരത്തില്ല. ആത്മാവിന്റെ ആഗ്രഹത്തോട്, ആത്മാവിന്റെ വാഞ്ചയോട്, പ്രാർത്ഥനയോട് ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക തന്നെ ചെയ്യും. എല്ലാവരും പ്രാർത്ഥനയോട് ഇരിക്കണം. ദൈവമേ എന്നോട് സംസാരിക്കണം. ദൈവത്തിന്റെ വചനം വിടുവിക്കുന്ന വചനമാ, നമ്മെ ശക്തീകരിക്കുന്ന വചനമാ, നമ്മെ സൗഖ്യമാക്കുന്ന വചനമാ. സ്വത്രം ദേശത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ഘോഷിപ്പാനാണ്. സ്വത്രം. ഹല്ലേലൂയ. എന്നെ കൊണ്ട് കഴിയുകയില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ലെന്നും വിചാരിച്ച് ആരും ഒന്നും ഇരിക്കരുത്. പ്രാർത്ഥനയോടെ ദൈവസ്ഥലിൽ ഇരുന്ന കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. വ്യത്യസ്ത
നിലകളിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലകളിൽ ഈ ഹോളിനകത്ത് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരെ ദൈവം വ്യത്യസ്ത നിലയിൽ ഈ നാളുകളിൽ ദേശത്ത് ദൈവം എടുത്ത് ഉപയോഗിക്കും. അതിനാണ് ദേശത്ത് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. എന്നാൽ നാം കാണേണ്ടത് നമ്മുടെ കർത്താവിനെയാണ്, നാം കാണേണ്ടത് നമ്മുടെ യേശുവിനെയാണ്. മറിയ കല്ലറയുടെ അടുക്കൽ വന്ന് ആമൻ ആഗ്രഹത്തോടെ വന്നത് എന്റെ പ്രാണപ്രിയനെ കണ്ട് ഞാൻ പോകത്തുള്ള ആഗ്രഹത്തോടെ വന്ന മറിയ. കൂട്ടത്തിലുള്ള പലരും കർത്താവിനെ കാണാതെ പോയി. പക്ഷേ മറിയ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് എന്റെ പ്രാണപ്രിയനെ കാണുക തന്നെ ചെയ്യും. ഇന്ന് സന്ധ്യയിൽ ഓരോ കൂട്ടായ്മയും ദൈവത്തിന്റെ പാതവെള്ളത്തിൽ കടന്നു വരുന്നത് യേശുവിനെ കണ്ട് യേശുവിനെ രുചിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുമ്പോ അതെന്റെ ജീവിതത്തിൽ വിടുതലായി തീരേണ്ടത് പ്രാർത്ഥനയോടെ ദൈവത്തിലേക്ക്. അതിനായി ഇന്ന് സന്ധ്യയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്പസമയത്തെ ചിന്തയ്ക്കായി സമയം മുമ്പോട്ട് പോകുന്നല്ലോ. യെശയ്യാവിന്റെ പ്രവചനം ഹല്ലേലൂയ 43-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ. ഐസയ്യ ചാപ്റ്റർ 43 verse 19. ആമേൻ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവത്തിന്റെ തിരുവചനത്തിനായി സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തങ്ങളുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ തിരുവചനം അതേ ആത്മാവിൽ സംസാരിക്കാൻ എനിക്ക് കൃപ നൽകണം. അങ്ങനെ ജനത്തോട് അങ്ങയുടെ ആത്മാവ് സംസാരിക്കണം. ഈ വചനം ഞങ്ങൾക്ക് വിടുതലായി അങ്ങ് പകർന്നിരിക്കാൻ സ്തോത്രം. അല്പസമയം പൊന്നുപാദത്തിൽ ഇരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. പ്രവാചകന്മാരിൽ ശക്തന്മാരായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു യെശയ്യാ പ്രവാചകൻ എന്ന് നമുക്ക് ആമേൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ പ്രവചന പുസ്തകങ്ങളെല്ലാം ആമേൻ ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്ന ആമേൻ ദൈവത്തിന്റെ വചനമാണെന്ന് ഇന്ന് സന്ധ്യയിൽ ദൈവസ്ഥനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കണം. ആമോസിന്റെ മകനായ യെശയ്യാവ്, ആമേൻ സ്തോത്ര, യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, ആമേൻ യോധ, ആഹാസ്, ഹെസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയായ യെരൂശലേമിനെ പറ്റി ദർശിച്ച ദർശനം എന്നാണ് യെശയ്യാ പ്രവചനത്തിന്റെ ആമേൻ പ്രാരംഭ വാക്യം. ആരെ കണ്ട് ദർശിച്ചതാ? ആമേൻ യെരൂശലേമിന് ദൈവത്തിന്റെ ജനത്തെ നോക്കി ദർശിച്ച ദർശനമാണ് യെശയ്യാവിന്റെ പ്രവചനം. ആമേൻ ദർശിക്കാൻ കാരണമെന്താ? ദൈവം യെശയ്യാവിനെ എടുത്ത് ഉപയോഗിക്കാനുള്ള കാരണമെന്താ? ആമേൻ നന്ദിയോടെ സ്തോത്രം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആമേൻ മത്സരമുള്ള ജനം, ആമേൻ ദൈവത്തിന്റെ സ്വന്തം ജനം എന്തായി തീർന്നു? മത്സരമുള്ളവരായി തീർന്നു, അകൃത്യഭാരം ചുമക്കുന്നവരായി തീർന്നു, ആമേൻ പാപത്തിന്റെ കുഴിയിലേക്ക് പോകേണ്ടതായി തീർന്നു. ഇന്ന് സന്ധ്യയ്ക്ക് നമുക്ക് ആമേൻ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ആമേൻ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമേൻ നടന്ന സംഭവം. ആമേൻ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ജനത്തെ മടക്കി കൊണ്ടുവരുക. ആമേൻ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുമ്പോ ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് വളരെ ശക്തമായ പ്രാധാന്യമുണ്ട്. ആമേൻ ദൈവം തെരഞ്ഞെടുത്ത ജനം അകൃത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ, പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവത്തോട് മത്സരിക്കുന്ന ഒരു കൂട്ടം ജനം ആമേൻ ഇന്ന് സന്ധ്യയിൽ പറയിട്ട് നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, ദേശത്തിന്റെ നടുവിലുണ്ട്. പ്രാർത്ഥനയോട് എല്ലാവരും ആയിരിക്കണം. ദൈവത്തോട് മത്സരിക്കുന്നവരുണ്ട്. സ്തോത്രം. പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ, അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ആരോടാ മത്സരിക്കുന്നത്? ദൈവത്തോട് മത്സരിക്കുക. ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്കൊന്നും മറുപടി കിട്ടിയില്ലെങ്കിൽ കൂട്ടായ്മയില്ല, ആരാധനയില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല. ആരോട് മത്സരിക്കുക? ദൈവത്തോട് മത്സരിക്കുക. അങ്ങനെയെങ്കിലും ഈ കാലഘട്ടത്തിൽ ദൈവത്തോട് മത്സരിക്കുന്നവരില്ലേ, അവരെ നോക്കിക്കൊണ്ട് അവൻ പ്രവാചകനോട് സംസാരിച്ച ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സന്ധ്യയിൽ നമ്മളോട് ഇടപെടുകയാണ്. സ്തോത്രം. 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തില് അവൻ ഇപ്രകാരമുണ്ട്, സൈന്യങ്ങളുടെ യഹോവ അവൻ നന്ദിയോടെ സ്തോത്രം, നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമാതയേക്കാൾ സദൃശ്യമാകും. കേട്ടോ ആമേൻ. അപ്പോൾ ശേഷിപ്പ്. സ്തോത്രം. ആമേൻ. സന്തോഷമുള്ള ദൈവമക്കളെ, ആമേൻ. ഈ പ്രവചന കാലത്ത് ദൈവം ഒരു ശേഷിപ്പ് ആമേൻ വെച്ചു. സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ ആത്മാവിൽ ദൈവസ്ഥനിൽ പറയട്ടെ, ആമേൻ ഒരു ശേഷിപ്പ് പ്രാപിച്ച ഒരു ജനം അവരെ എടുക്കപ്പെടുന്നത്. സ്തോത്രം. എല്ലാവരും എടുക്കപ്പെടും. കർത്താവിന്റെ വരവിൽ എല്ലാവരും എടുക്കപ്പെടത്തില്ല. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു ശേഷിപ്പ് പ്രാപിച്ച ജനം ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തോട് മത്സരിക്കാതെ, ദൈവത്തിന്റെ സന്നിധിയോട് വേർപാടോടെ നിൽക്കുന്ന ദൈവത്തിന്റെ
ദൈവത്തിന്റെ ജനം ആമേ അവർ ശേഷിപ്പ് പ്രാപിച്ചവരുടെ കൂട്ടത്തില് ഇന്ന് സന്ധ്യയിലും പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതൊന്ന് തൊട്ട് പോയത്. സ്തോത്രം. ഇന്ന് സന്ധ്യയിൽ കടന്നു വന്ന ദൈവമക്കളെ, ഈ നാളുകളിൽ ഒരു ശേഷിപ്പ് പ്രാപിച്ച ഒരു കൂട്ടം ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുന്നുണ്ട്. ആ ശേഷിപ്പ് പ്രാപിച്ച കൂട്ടത്തിലായിരിക്കണം ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ ദാസന്മാരും. നമ്മളെല്ലാവരും വ്യത്യസ്ത സഭകളിൽ ദൈവത്തെ ആരാധിക്കുന്നു. ശരിയാ, പരിശുദ്ധാത്മാവിനെ നാം ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവാണ്. നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്ന ദൈവമോ. ആമേൻ. ഞാൻ ദൈവമേ ആ ശേഷിപ്പുള്ള ജനത്തിന്റെ നടുവിൽ ആമേൻ ഉണ്ടാകാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കാരണമാകണം, ഇടയാകണം. ആ ഒരു നിലയിലായിരിക്കണം ദൈവസേന മുൻപോട്ട് പോകാം. ആമേൻ. അങ്ങനെ അവൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവർ ഇടപെടുമ്പോ അവൻ പറയുകയാണ്, ആമേൻ സ്തോത്രം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ആമേൻ. നിങ്ങളത് അറിയുന്നില്ലയോ? കർത്താവ് പറയുക എന്തുവാ? കർത്താവ് ചെയ്യുന്ന എന്തുവാ? പുതിയതൊന്ന് ചെയ്യുന്നു. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് കടന്നു വന്ന ദൈവവൈതല് 2025 കടന്നിരിക്കുന്ന ദൈവമക്കളോട് പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനവുമായി ഇന്ന് സന്ധ്യയിൽ നാം ഒരുമിച്ച് ആമേൻ ദൈവത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആമേൻ ചില പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുക. പുതിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുക. ആമേൻ ചെയ്തിരിക്കുക. ആമേൻ ദൈവം നാമോട് പറയുന്നു, ആമേൻ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അവൻ ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അവൻ നന്ദിയോടെ സ്തോത്രം. അവൻ ഹല്ലേലൂയ. അവൻ നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ദൈവം ഇവിടെ ജനത്തെ ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. അവൻ സ്തോത്രം മടങ്ങി വരേണ്ടതിന് ദൈവത്തിന് അവരോടുള്ള കരുണ എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് ഈ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ഇസ്രായേൽ, നിന്നെ നിർമ്മിച്ചവനുമായി ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. അവൻ ധൈര്യത്തോടെ പോ. അവൻ നദിയിലൂടെ കടക്കും. അവൻ തീയിലൂടെ കടക്കും. അവൻ പല വ്യത്യസ്ത കച്ചതിലൂടെ കടന്നു പോകും. അവൻ എവിടെല്ലാം നീ കടന്നു പോയാലും നിന്നെ കൈവിടാത്ത ഒരുവനുണ്ട്. ആ ദൈവമാണ് നിന്നോട് അരുളി ചെയ്യുന്നത് എന്ന് തുടങ്ങി അവൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി പറയുന്നു. അവൻ ദൈവത്തിന്റെ ജനത്തോട് അവൻ ദൈവം സ്നേഹിച്ചുകൊണ്ട് പറയുക, അവൻ നീ കച്ചതിലൂടെ നടുവിൽ കടന്നു പോയാലും നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ആ കർത്താവ് നിനക്ക് വേണ്ടി പുതിയത് ചെയ്യുന്ന ദൈവമോ. അവൻ പുതിയത് തന്നെ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി കാണുക. അവൻ ഒരു അത്ഭുത പ്രവൃത്തിയായി മാറുക. സ്വർഗമിടയാക്കും. അതുകൊണ്ട് ദൈവസ്ഥലം നിൽക്കുക, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുക. ആ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത്ര സ്നേഹത്തോടെ കർത്താവ് സംസാരിച്ചിട്ട് അവൻ ഈ ജനം മടങ്ങി വന്നിട്ടില്ല. താഴോട്ട് വായിക്കുമ്പോൾ ആമി കർത്താവ് അവിടെ വളരെ ദുഃഖത്തോടെ അവനെ നോക്കി ആമി സംസാരിക്കുന്ന വചനങ്ങളുണ്ട്. വളരെ വേദനയോടെ ഞാൻ ഭാഗങ്ങളൊക്കെ വായിച്ചപ്പോ എന്റെ ഹൃദയം ഭാരപ്പെട്ടു. ഓ ആമി എത്ര സ്നേഹത്തോടെ ആമി തന്റെ ജനത്തോട് ദൈവം സംസാരിക്കുന്നത്. ഇന്നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവവചനത്തോട് നമ്മെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ വചനത്തോട് നമ്മുടെ മേൽ പകരുമ്പോ കേൾക്കുന്ന വചനം അത് അനുസരിക്കുക. ഓരോരുത്തരും തയ്യാറാകണം. കേട്ടു പോകുന്നവരല്ല, കേട്ട് ജഹാന് തല കുലുക്കുന്നവരായി തീരാതെ ആമേ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെടുമ്പോ ആമേ ഹാലലി ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ഉദ്ദേശിച്ച് ആ വചനം നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തി പദത്തിൽ ഒന്ന് കൊണ്ടുവരിക. ആമേ ഇടയായി തീർന്ന അത് ദൈവത്തിന് വലിയ അനുഗ്രഹം, അത് വിടുതലായി തീരുവാൻ ഇടയാകും. അത്രമാത്രം കർത്താവ് നമ്മെ സ്നേഹിക്കും. കർത്താവ് നമ്മെ സ്നേഹിച്ച ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവൻ ഇന്ന് സന്ധ്യയിൽ കടന്നു വന്ന ദൈവമക്കളെ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ആമേ നാം പിണ്ഡാഹാരമാകുന്നതിന് മുമ്പ്, നാം ഉരുവാകുന്നതിന് മുമ്പ് എന്നെ കണ്ട ദൈവം. ഹല്ലേലൂയ. ആമേ എന്നെ കണ്ട ദൈവം, എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ താങ്ങിയ ദൈവം, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം. ആ ദൈവം തന്റെ വചനത്തോട് നമ്മൾ അരുളി ചെയ്യുന്നത്. ആ വചനത്തെ മറത്തു നിൽക്കരുത്. ആ വചനത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. ആ വചനം അനുസരിച്ച് നിൽപ്പോ. ഇന്ന് രാത്രി ദൈവത്തിനെ പ്രാർത്ഥിക്കട്ടെ. ആമേ, കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യുന്നത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അവൻ ഈ ഭാഗങ്ങൾ പലയിടങ്ങളിലും അവൻ ദൈവത്തിന്റെ ആത്മാവ് പുതിയതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അവൻ യെശയ്യാവ് 48:6 വായിക്കുമ്പോ അവിടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 48:6 ഒന്ന് വായിച്ച യെശയ്യാ 48:6 ഒന്ന് വായിച്ചേ. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോഴെല്ലാം കണ്ടുകൊള്ളുക,
നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. കേട്ടോ? ഹല്ലേലൂയ. ആമേൻ. നന്ദിയോടെ സ്തോത്രം, പ്രാർത്ഥനയോടെ ആമേൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലിനോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. ആമേൻ. ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ. കേട്ടോ? ഇന്നു മുതൽ ആമേൻ ഞാൻ പുതിയതായി. ഇന്ന് രാത്രി കടന്നു വന്ന ദൈവമക്കളെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ പ്രാപിച്ചുകൊണ്ട് ദൈവസനി മുൻപോട്ട് പോകുവാനാണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ പഴയത് ചിന്തിച്ചുകൊണ്ട് അവൻ പഴയത് ഓർത്തുകൊണ്ട് ഇരിക്കുക. പക്ഷേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്, കർത്താവ് നമ്മെ വീണ്ടെടുത്തത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് അത് ദൈവത്തിന്റെ നാമമഹത്വത്തിനായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇന്ന് സന്ധ്യയിൽ കടന്നു വന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുക. ഇന്ന് മുതൽ ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുക. നിനക്ക് അറിയാത്ത ചില കാര്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. പുതിയതായി ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യേണ്ടതുണ്ട്. അത് നീ അറിയാതെ അത് മറഞ്ഞിരിക്കുക. ആ മറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കേൾപ്പിക്കണമെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ പുതുതായി ചിലത് നടക്കണം. ആത്മീയ നന്മകൾ പ്രാപിക്കണം. പുതിയ ആത്മീയ നന്മകൾ പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. കൃപയാൽ നാം രക്ഷിക്കപ്പെടുവാനിടയായി സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ആ നിലയിൽ തന്നെ മുൻപോട്ട് പോകുകയാണ്. അഭിഷേകം പ്രാപിക്കാത്ത എത്രയോ പേരുണ്ട്. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നില്ല, അഭിഷേകത്തിനായി ആഗ്രഹമില്ല, അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നില്ല, കൃപാവരങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നില്ല. പുതിയത് എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് പുതിയത് ചെയ്യുവാൻ തയ്യാറാണ്. പുതിയത് പ്രവർത്തിക്കാൻ കർത്താവ് റെഡിയാണ്. നീ കാണാതെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ കണ്ണിന് മുമ്പിൽ കാണാ സ്വർഗ്ഗം ഇടയാക്കും. ആമേൻ. പുതിയത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. സ്വതന്ത്ര രാത്രി ഒന്ന് ആഗ്രഹിക്കാമോ? 2024 വരെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ 2025 പ്രാരംഭം മുതൽ ദൈവസനെ പുതിയ നന്മകൾ കാണുക, പുതിയ നന്മകൾ പ്രാപിക്കുക, എന്റെ ജീവിതത്തിൽ ഇടയാക്കുക. അതിനായി ഞാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. നമ്മുടെ ഹാലിൽ ചിന്താകുലങ്ങൾ മാറട്ടെ. നമ്മുടെ ഭാരങ്ങൾ മാറട്ടെ. ആത്മീയ നന്മകൾ പ്രാപിക്കുക, ആത്മീയ പുതുക്കം പ്രാപിക്കുക. ആത്മീയ പുതുക്കം പ്രാപിക്കുന്നവരാ ദൈവസനെ നിന്ന മറഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജനത ഒരു കാലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക. ഇരിക്കുന്ന ചില ജീവിതങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ചില നന്മകൾ, മറഞ്ഞിരിക്കുന്ന ചില വിടുതലുകൾ പരിശുദ്ധാത്മാവ് നാളിൽ കാണിക്കാൻ പോകുക. അവൻ പുതിയത് തന്നെ ദൈവം ചെയ്യും. അതിനാ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അത് മനസ്സിലാക്കാൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം വായിച്ച്. 2 Corinthians 5:17. ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 Corinthians 5:17 ആണ് വായിച്ചത്. ഒരുത്തൻ ക്രിസ്തുവിലായ ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ എന്തായിരിക്കുന്നു? പുതിയ സൃഷ്ടിയായിരിക്കുന്നു. നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവിലായ സമയം നമ്മൾ എന്തായി മാറി? പുതിയ സൃഷ്ടിയായി മാറി. പഴയ നിയമത്തിൽ പല അത്ഭുതങ്ങളും പല വിടുതലുകളും ദൈവത്തിന്റെ ജനത്തെ ദൈവം കാണിച്ചപ്പോ പുതിയ നിയമത്തിൽ കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ വിടുതൽ എന്തുവാ? പുതുതായി പുതിയ സൃഷ്ടിയായി മാറുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടയാക്കിയെങ്കിൽ കർത്താവ് ചെയ്ത കൃപയല്ലേ, കർത്താവിന്റെ കരുണയല്ലേ? പഴയ മനുഷ്യനായിരുന്നു ഞാൻ, പഴയ മനുഷ്യനായിരുന്ന ഞാൻ മരിച്ചവനായിരുന്നു, മരണപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വ്യാപരിച്ചപ്പോ, ദൈവത്തിന്റെ കരുണ എന്റെ മേൽ പകർന്നപ്പോ ഞാൻ
ഞാനൊരു പുതിയ സൃഷ്ടിയായി അവൻ പുതിയ മനുഷ്യനായി മാറുവാൻ ഇടയായി തീർന്നത് ദൈവത്തിന്റെ കരുണയാ. അപ്പോ അവൻ ഇന്ന് സന്ദേഹം ചിന്തിക്ക്, അവൻ ദൈവത്തിന്റെ ആത്മാവ് അവൻ നമ്മളെ പുതിയതായി സൃഷ്ടിച്ചുവെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ അല്ല യേശു ക്രിസ്തുവിന്റെ വരവ് ദൈവത്തിന്റെ പുതിയ അവൻ അനുഭവങ്ങൾ അവൻ കണ്ടുകൊണ്ട് അത് പ്രാപിച്ചുകൊണ്ട് പോകാൻ ദൈവം തന്നെ ജനത്തെ സൃഷ്ടിച്ചത്. സന്തോഷമുണ്ട് ദൈവം. സ്വോത്ര ആമെ കഴിയുന്നില്ല. ആമെ പുതിയ പ്രവർത്തികൾ പിന്നെയും നടന്നുകൊണ്ടിരിക്കുക. ആമെ സ്വോത്ര പുതുതായി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ലോകത്തിൽ. പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ ഒത്തിരിയുണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒത്തിരിയുണ്ട് കേട്ടോ. പക്ഷെ ഇതുപോലൊരു കണ്ടുപിടുത്തം ലോകത്തിലെങ്ങും നടന്നിട്ടില്ല, ഇനി നടക്കാൻ പോകുന്നുമില്ല. കാരണം പഴയ മനുഷ്യന് അവൻ മരിച്ച പഴയ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഒരു പുതിയ സൃഷ്ടിയാക്കുക ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിനായി തന്റെ പുത്രനെ ആ കാൽവരി ക്രൂശിൽ യാഗമാക്കി, ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ ഒഴുക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തം, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ ശരീരം അവൻ പഴയ മനുഷ്യനായത് എന്ന് ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്തെങ്കിൽ എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ അല്ല യേശുവിന്റെ വരവ് പുതിയ അനുഭവത്തിലൂടെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിരുന്ന് പഴയതുപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്തോ പറഞ്ഞാലും പഴയതിലേക്കാ പോക്ക്. ആ പറച്ചിൽ നിർത്ത. പണ്ടുള്ളവയെ നീ ഓർക്കണ്ട, പണ്ടുള്ളവയെ നീ നിരൂപിക്കണ്ട, പണ്ടെങ്ങനായിരുന്നു ചിന്തിക്കണ്ട. ഇന്ന് സന്ദേഹം പുതുതായി ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. ദൈവമേ അത് പ്രാപിക്കാൻ നീ തയ്യാറാക്ക്. അത് പ്രാപിച്ച് ദൈവസേന മുൻപോട്ട് പോകും. സന്തോഷമുണ്ടോ? ഇന്ന് രാത്രി വചനമൊന്ന് ഏറ്റെടുക്കാമോ? ഒരു പുതിയ സൃഷ്ടിയായി എന്നെ തീർത്തത് എന്തിനാ? അവൻ ഹാലിനെ തീർത്തത് എന്തിനാ? ദൈവമക്കളെ ചെറിയ വിലയല്ലത്. അവൻ ആർക്കും അവൻ കഴിയാത്ത വലിയൊരു വില തന്റെ പുത്രനെ ക്രൂശിലൂടെ അവൻ തകർത്ത് ഒരു പുതിയ സൃഷ്ടിയായി എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തായിരിക്കണം? പുതുമയുള്ളതായിരിക്കണം. എന്റെ ആത്മീയ ജീവിതം പുതുമയുള്ളതായിരിക്കണം. ഓരോ ദിവസവും പുതിയ പുതിയ നന്മകൾ പ്രാപിച്ച്, പുതിയ കൃപകൾ പ്രാപിച്ച്, കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ? അതോ പഴയ ഇരിപ്പ് തന്നെ ഇരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് ചോദിക്കുക. സ്തോത്രം. ഈ പുതിയ അനുഭവം അങ്ങ് നിത്യതയിലുണ്ട് കേട്ടോ. സ്തോത്രം. അങ്ങ് നിത്യതയിലുണ്ട് കേട്ടോ. ആമേൻ. ഞാൻ പറഞ്ഞ ഇന്ന് രാത്രി വചനം പറയാൻ മനസ്സിലായത് യുവക്കള് ആമേ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോ ഒരു ചുരുങ്ങിയൊരു പിരീഡ് ദൈവം ആക്കിയിരിക്കുക. അതുവരെ പുതിയ സൃഷ്ടിയാ, ഒരു പുതുമയുള്ള ദൈവമക്കളാ, പുതിയ പ്രവൃത്തി കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് പോകുക ഇടയായി തീരണം. സ്വത്രം. ആമേൻ. അത് മനസ്സിലാക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. വെളിപ്പാട് പുസ്തകം 21:5 വായിച്ചേ. Revelation chapter 21 verse 5. ആമേൻ. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് കണ്ടോ? സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ കടന്നു എന്ന് പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാരോടൊപ്പം അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം. അവൻ പഴയ മനുഷ്യനായിരുന്നു, നമുക്കത് കഴിയത്തില്ലായിരുന്നു. അവൻ പഴയ അവൻ സൃഷ്ടിയായിരുന്നു, നമ്മ മരിച്ചവരായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ അവൻ കാൽവരി ക്രൂശിലൂടെ നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് പുതിയ സൃഷ്ടിയാക്കി തീർത്തെങ്കിൽ അവൻ നിത്യതയിൽ സിംഹാസനത്തിന്റെ മുമ്പാകെ ചെന്ന് ആ പുതിയ അനുഭവത്തിൽ അവനാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രാപിപ്പാൻ ഇന്ന് സന്ധ്യയ്ക്ക് ദൈവം കൃപ നൽകട്ടെ. സ്വോത്ര. ഈ ഭൂമിയിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ സന്തോഷമുള്ള ദൈവം ഒരു ആത്മീയ ദൂതാകട്ടോ. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മാറേണ്ട ഒരു ആവശ്യമുണ്ട്. ആത്മീയ നിലവാരം നമുക്ക് മാറണം. ആത്മീയ ജീവിതത്തിൽ ഒരു പുതിയ നന്മ എനിക്ക് പ്രാപിക്കണം. എന്റെ ഹാലിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വർഷം കുറയായെന്ന് പറയുന്നതല്ല കാര്യം. കർത്താവ് ചോദിച്ചു, ഇപ്പൊ പിടിച്ചെടുത്തോണ്ട് സ്വോത്രം. ഇപ്പൊ വല്ലതും ഉണ്ടോ കയ്യിൽ? സ്വോത്രം. ഇപ്പൊ പുതുതായി വല്ല കർത്താവ് തരാൻ റെഡിയാണ്. കർത്താവ് പറഞ്ഞു കഴിഞ്ഞു വചനത്തിലൂടെ. നമ്മുടെ പക്കൽ പുതുതായി എന്തെങ്കിലും ഉണ്ടോ? അടുത്ത ആഴ്ച സഭായോഗത്തിന് കടന്നു എന്ന് ഒരു സാക്ഷ്യം പറയാൻ കഴിയുമോ? ദൈവമക്കളെ, ആത്മീയമായി എനിക്കൊരു പുതിയ പണി, പുതിയ നന്മ പ്രാപിക്കാൻ കഴിഞ്ഞെന്നുള്ള സാക്ഷ്യം കേൾക്കാൻ കഴിയുമോ? അതിന് കഴിയണമെങ്കിൽ ഇന്ന് രാത്രി വചനത്തിന് മുമ്പാകെ ഏൽപ്പിക്കണം.
എനിക്ക് വേണ്ടി പുതിയവ ചെയ്യുന്ന കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. താഴോട്ട് പോകുമ്പോ അവൻ താഴത്തെ വാക്യം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു ആമേൻ വഴിയും നിർജ്ജന പ്രദേശത്ത് ആമേൻ നദികളും ഉണ്ടാകും. ഒരു മനുഷ്യന് കഴിയാത്ത, ഒരു ശാസ്ത്രത്തിനും കഴിയാത്ത, ഒരു ശക്തിക്കും കഴിയാത്ത അത്ഭുതകരമായ കാര്യം ആർക്ക് ചെയ്യാൻ കഴിയും? ദൈവത്തിന് ചെയ്യാൻ കഴിയും. ദൈവവഴിയില് അവൻ നീ പുതിയത് ആഗ്രഹിക്കുക, നീ പുതിയ നന്മ പ്രാപിപ്പാൻ പ്രാർത്ഥിക്കുക. ആമേൻ. ആഗ്രഹത്തോട് വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച് ആമേൻ എവിടെങ്കിലും മടങ്ങി വരാനുണ്ടെങ്കിൽ ആമേൻ ഇവിടെ ആമേൻ ജനം അകൃത്യത്തിലേക്ക് പോയി ആമേൻ ഹല്ലേലൂയ അവർ ദൈവത്തോട് മത്സരിച്ചു. അവർ മടങ്ങി വന്ന് ദൈവത്തോടൊന്ന് നിലവിളിച്ച ദൈവത്തിന് അവർക്ക് വേണ്ടി പുതിയത് ചെയ്യേണ്ടതുണ്ട് എന്ന് സന്ദേഹം മടങ്ങി വന്ന് ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ച ദൈവം പുതിയ നന്മകൾ പ്രാപിപ്പാൻ ഇടയാകും. അത് പ്രാപിച്ചുമ്പോ നീ കടന്നു പോകുന്ന വിഷയങ്ങൾ നടുവിൽ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര പ്രതികൂലങ്ങളാണെങ്കിലും ആമേ സ്വത്രം ആമേ മരുഭൂമി വഴിയൊരുക്കുന്നവർ, നിർജ്ജന പ്രദേശത്ത് നദി ഉണ്ടാക്കാൻ കഴിവുള്ള ദൈവത്തെ നീ ആരാധിക്കുന്നത്, ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സന്തോഷമുണ്ടോ ദൈവം? ഹല്ലേലൂയ. സ്തോത്രം. രാത്രി ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. മുൻപോട്ട് കടന്നു പോകേണ്ടതുണ്ട്, സമയം പോവാണ്. ആമേൻ. ഞാൻ ഹല്ലേലൂയയുടെ വാക്കുകളെ ആമേൻ അവസാനിപ്പിക്കുക. ആമേൻ. നന്നാൽ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി മരുഭൂമിയിൽ വഴിയൊരുക്കുന്നു. സ്വന്തം മരുഭൂമി പോലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ മരുഭൂമിയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലമാണ്. അവൻ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. അതുപോലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില പുതിയ നന്മകൾ, പുതിയ പ്രവർത്തികൾ ദൈവം ചെയ്യുമ്പോൾ മരുഭൂമി പോലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് പുതുവഴി ഒരുക്കുക. നിർജ്ജന പ്രദേശത്ത് ദൈവം നദിയെ ഉണ്ടാക്കും. ആർക്കും ചെയ്യാൻ കഴിയാത്ത മനുഷ്യരെ അസാധ്യമായ കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു കാര്യം ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞൊരു വചനമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-5 വാക്യം പെട്ടെന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-5. ആ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ് കർത്താവിന് വഴിയൊരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞതും ചൊവ്വായും ദുർഘടമായതും നിരന്ന വഴിയായി തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ. സന്തോഷമുണ്ടോ മക്കളെ? അവൻ ആർക്ക് വഴിയൊരുക്കണം? കർത്താവിന് വഴിയൊരുക്കണം. നീ പോകുന്നിടത്ത് അവൻ നിന്റെ വഴി കർത്താവിനായി ഒരുക്കണം. അവൻ മനുഷ്യർക്കായി ഒരുക്കരുത്. അവൻ നിന്റെ കൂടുള്ളവർക്കായി ഒരുക്കരുത്. അവൻ നീ ഒരുക്കേണ്ടത് ആത്മീയ ജീവിതത്തിൽ നിന്റെ വഴി ഒരുക്കേണ്ടത് കർത്താവിനായിട്ട് ഒരുക്കുക. അവൻ പുതിയത് ചെയ്യുന്നവനാ. ഇന്ന് രാത്രി ഇരിക്കുന്ന ചില ജീവിതങ്ങൾ വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് വചനത്തോട് ദൂത് പറയുന്നു, അവൻ നിന്റെ വഴി അവൻ കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവിനായി നീ വഴിയൊരുക്കുക. അവൻ കർത്താവിന്റെ വേലക്കായി നീ വഴിയൊരുക്കുക. അവൻ പ്രാർത്ഥനയ്ക്കായി അവൻ നീ വഴിയൊരുക്കുക. അവൻ ആരാധനയ്ക്കായി വഴിയൊരുക്കുക. അവൻ ആത്മീയ നന്മ പ്രാപിക്കാൻ നീ വഴിയൊരുക്കുക. അപ്പോ അവൻ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയും. അവൻ നന്ദിയോടെ സ്തോത്രം. അവന്റെ പാത നിരപ്പാക്കുക. ദൈവസനി പോ. അവൻ യാത്ര ചെയ്ത് ദൈവവൈദ്യരെ നമ്മുടെ പാത നിരപ്പാക്കിയ എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞതും ചൊവ്വായും ദുർഘടമായതും നിരന്ന വഴിയായും തീരും. സകല ജഡവും നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ഭവനത്തിലുള്ളവർ, നമ്മുടെ ഗുഹാമേ ദൈവമക്കളെ, അവർ ദൈവത്തിന്റെ രക്ഷയെ കാണണമെങ്കിൽ കർത്താവിന് വേണ്ടി നമ്മൾ വഴിയൊരുക്കുക. കർത്താവിന് വേണ്ടി നമ്മൾ വഴിയൊരുക്കുക. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ പാതയെ നമ്മൾ നിരപ്പാക്കിയ നിരന്ന പാതയിലൂടെ നാം പോയ നമ്മുടെ കൂടെയുള്ളവർ കർത്താവിന്റെ രക്ഷയെ കാണുക തന്നെ ചെയ്യും. അതിനു വേണ്ടി കർത്താവ് പുതിയത് ചെയ്യുക. ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവ് നമുക്ക് വേണ്ടി പുതിയത് ചെയ്തിരിക്കുക. ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടു. വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചു. ആരെങ്കിലും കർത്താവ് നമ്മളോട് ഇടപെട്ടു. അവൻ പുതുതായി പുതിയ നന്മ പ്രാപിച്ചുകൊണ്ട്
ഈ വചനത്തിന് മുമ്പാകെ ഒന്ന് ആഗ്രഹിക്കാമോ? ഈ വർഷം ഹല്ലേലൂയ തീരുന്നതിന് മുമ്പ് പുതിയ നന്മകൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അതിൽ ശോഭിപ്പാം. ദൈവസന്നിധിയിലാകട്ടെ വചനങ്ങളാ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട സമയം അനുവദിച്ചെന്ന് ഹല്ലേലൂയ. സ്തോത്രം. കർത്താദാസനോടും പ്രവർത്തനത്തോടും ദൈവസനെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവസനെ താണിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വായിച്ച വാക്യം നിങ്ങൾ കേട്ടായിരുന്നോ? കുറിവാക്യം ഇംഗ്ലീഷിലെ ഡു യു നോട്ട് സീ ഇറ്റ് എന്നാ, നിങ്ങൾ കാണുന്നില്ലയോ എന്നാ. രാത്രി ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങളെ കാണുന്നുണ്ടോ? നിങ്ങളുടെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് ഹോളി വന്നപ്പോ നിങ്ങളുടെ ഭാരം, നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ വിഷയങ്ങൾ അതൊന്നും ചലിക്കുന്നില്ല, ആരുമില്ല, എന്ത് ചെയ്യണം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയിലെ ദൈവത്തിർവചൻ ദൈവദാസനെ കൂടെ നമ്മളെ ഓർമ്മിച്ചത്, നീ കാണുന്നുണ്ടോ? എനിക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്. അതിനായി നമ്മൾ മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ റെഡി ആയിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, കേട്ട വചനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. Hallelujah. The grace of the Lord and Savior Jesus Christ, the love of the Father and the fellowship of the Holy Spirit abide with us from now and forevermore. Amen. നമ്മുടെ കുഞ്ഞാടിന്റെ മഹത്വം. Hallelujah. 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 ആമേൻ. കർത്താവേ വരണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.